എങ്ങടാ പോണെന്ന് വെച്ചിട്ടാൽ ഇന്ന് നമ്മുടെ വീടിന്റെ കല്ലിടലാണ്. ഇതാണ് കല്ലല്ലേ? അയ്യോ ചേട്ടൻ പിടിക്കട്ടാ, ഞാൻ പിടിച്ചിട്ടില്ല. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ വ്ലോഗ്സ്. ഗൈസ് നമ്മള് പോവാണ്. ആദമാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്തിലേ അതെ 7:30. ഉണ്ണി എന്തി ഉണ്ണി ദേ നിൽക്കിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോവാം. കാപ്പി കുടിച്ചോ നീ പൊന്നു സാർ? കട്ടൻ കാപ്പി. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. ക്ലാസ് എല്ലായിടത്തും വണ്ടി വെച്ചില്ലേ? കേറിക്കോ, ഓരോരുത്തർ കേറിക്കോ. ഹസിബേബിനെ കൊണ്ടോണ്ടടി. ഹസിബേബി ടാറ്റാ. ഒപ്പിടുത്തില്ല, അത് ഞാൻ പുറത്തുകൊണ്ട് വെച്ചതല്ലോ. നമ്മളിന്ന് എല്ലാരും കൂടി എങ്ങടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങളൊന്നും നമ്മള് നേരത്തെ കൂടി പറഞ്ഞില്ല അല്ലേ? എങ്ങടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീടിന്റെ കല്ലിടലാണ്, തറക്കല്ലിടലാണ്. അപ്പൊ രാവിലെ ഒരു 8. കുരിശെടുത്താ നീ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ? ഇത് ഇന്നലെ ഞാനെല്ലാം എടുത്തു വെച്ചല്ലേ? എനിക്കറിയാം നീ കുരിശ് എടുത്തില്ലേലും എന്തേലും ഉണ്ട് വേറെ എക്സ്ട്രാ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് രാവിലെ തന്നെ തറക്കല്ലിടാൻ വേണ്ടി പോവാണ്. അമ്മേ, ഇന്നൊരു മഴ ദിവസമാണ്. കല്ലിടാൻ നേരത്തെ മഴ ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവമേ, അന്ന് നമ്മള് മറ്റേ ഇതിടാൻ പോയപ്പോഴും നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ടാ പോയെ, കുറ്റടിക്കാൻ പോയപ്പോഴും നമ്മളിവിടെ ഇറങ്ങിയേക്കാണ് അല്ല കുട്ടാ. നമ്മൾ ഡയറക്റ്റ് പോണത് പ്ലോട്ടിലേക്കാണ്. പ്ലോട്ട് അവിടെ നമ്മളാക്കിയിട്ട് അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പള്ളിന്ന് അച്ഛനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നൊരു മഴ ദിവസമാണ്. നമ്മള് ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചായയും അവിടെ നിന്ന് എടുക്കണം അല്ലേ? പോണ വഴി എടുക്കണോ? ആ, പോണ വഴി എടുക്കണം ചായ. ഓ ഹസ്ബേബി എങ്ങനെ എത്തിയാ? ഇവിടെ എത്തിയാ? ബാ ഗൈസ്, നമ്മളെങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മഴയൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ സ്ഥലം കാണിച്ചു തരാം. ബായ്. നീ പോരെ, ഇങ്ങോട്ട് പോരെ. ഗൈസ് ഇതാണ് കേട്ടോ. ഇത് അന്ന് നമ്മൾ കാണിച്ചപ്പോ ഈ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മറ്റേ കോറി വേസ്റ്റ് അടിച്ചു. പിന്നെ അവിടത്തെ അന്ന് നമ്മള് മറ്റേ ഇത് കെട്ടിയായിരുന്നില്ലേ, എന്നിട്ടടി കുറ്റി കെട്ടിയിട്ട് അത് മൊത്തം തറ കോരി അതാണ് ആ മണ്ണൊക്കെ പൊന്തിരിക്കണത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിറച്ചും ചെളിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ആദ്യം നമുക്ക് അതിനും കുറച്ച് പരിപാടി ഉണ്ട്. ഇപ്പം എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അയൽവക്കത്തുള്ള 1-2 വീടുകളുണ്ട്. അവരുടെ അടുത്തൊന്ന് കല്ലിടേണ്ട കേസ് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇന്നലെ ഒന്നും പറയാൻ പറ്റിയില്ല. നമ്മൾ നേരത്തെ എത്തി ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് പറയുകയാണ്. അല്ല പൊന്നാ, അവര് വരും. നമ്മളിപ്പോ തിരിച്ചു വരും. നമ്മളിപ്പോ തന്നെ അങ്ങോട്ട് പോകും. കുറുമ്പെടുക്കില്ലല്ലോ? കുറുമ്പെടുക്കോ നീ? കുറുമ്പെടുക്കോ നീ? വെള്ളം തെറിക്കണ്ടില്ലേ മേത്ത്? അതിനെ മാറ്റിരുത് പോലീസ്. വെള്ളം തെറിക്കൂടി. നീ കൊറേ വണ്ടികളൊക്കെ പോണേ. വണ്ടി ഇപ്പൊ വെള്ളം തെറിക്കൂട്ടോ. അപ്പൊ വെള്ളം തെറിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കരുത്. ബസ് ബേബി, നമുക്ക് മുള്ളിലേക്ക് പോവാ. അപ്പൊ ചെറിയ ഒരു കല്യാണത്തിനങ്ങോട്ട് അവര് പറയണ കല്യാണത്തിനോട് എടുത്ത് ചെറിയ കല്യാണത്തിന് പറഞ്ഞല്ലേ? അതെ, ഇതാണ് കല്ലല്ലേ? അയ്യോ ചേട്ടൻ പിടിക്കട്ടാ, ഞാൻ പിടിച്ചിട്ടില്ല. നമ്മൾ അച്ഛനെ വിളിക്കാൻ വേണ്ടിട്ട് പള്ളിയിൽ വന്നതാണ്. പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഫുള്ള് ഉത്തരവാദികൾ വരാം. അതുകൊണ്ടാണ് ഫുള്ള് അവരെ ഏൽപ്പിച്ചേക്കണേ. വേറെ ആളുകൾ കൊടുക്കാണ്ട്. എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു അല്ലേ? അച്ഛനും വന്നു, വേഗം പരിപാടി കഴിഞ്ഞു. 10 മിനിറ്റ്. എനിക്ക് 8:30 ആയപ്പോ അച്ഛൻ വന്നു. 8:35 അച്ഛൻ പോയി. 5 മിനിറ്റ് പരിപാടി വേളു. ഇവിടെ ഇതിന്റെ ഇടയിൽ ഞാനാണ് അച്ഛനെ കൊണ്ടുവന്നത്, ഞാനാണ് അച്ഛനെ കൊണ്ടുപോയത്. അതിന്റെ പേരിൽ കുറെ സമയത്ത് ഞാൻ ഇവിടെ ഇൻവോൾവ് ആയിരുന്നില്ല. ചില ചായയൊക്കെ എടുത്ത് തുടക്കത്തൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അതാണ് ഗൈസ്. നമ്മുടെ ആൾക്കാരുകൾ കൂടി ഉണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്.
ചെക്ക എന്താ അവിടെ കിടന്നിട്ട് ആക്രമണം അവന് പോളം പോളതോട്ടെ ഇപ്പത് ഉറക്കം വരുന്നുണ്ട് അതാ ഉറക്കം വരുന്നുണ്ട് എല്ലാം വേഗം കഴിഞ്ഞൂല അമ്മേ മഴയില്ലാണ്ട് നന്നായി അത് ശരിയാ മഴ ഇല്ലാണ്ടിരുന്ന ഭാഗ്യായി പോയി ഇന്ന് നമ്മുടെ തറപ്പണി തുടങ്ങി അല്ലേ തുറപ്പണി തുടങ്ങേ ആ അതന്നെ അതിപ്പോ നേരത്തെ അച്ഛൻ വന്നത് ഇട്ട് കഴിഞ്ഞപ്പോ ശരിയായല്ലോ കല്ലിട്ടു ഇനി നമ്മൾ തറപ്പണി തുടങ്ങി ഇതാണ് തറപ്പണി തറപ്പണിത് പണിക്കാരവിടെ കരിങ്കല്ലൊക്കെ താഴത്തേക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യാ ആദ്യം നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ പോവാന്ന് പറയണേ ചായ കുടിക്കാ കാണിച്ചേക്ക ചായ കാണിച്ചേ ഗ്ലാസ്സിലൊക്കെ ചായ കുടിക്കണ നീ അവൻ പോയി അവനെ നമ്മളെ അപ്പന്റെ അമ്മയുടെയും കൂടെ വിട്ടു കാരണം നമുക്കിന്ന് കുറെ പരിപാടികളുണ്ട് വീട്ടിലൊന്നും ഞാൻ നടക്കൂല അപ്പൊ അപ്പന്റെ അമ്മയുടെയും കൂടെ അവനെ വിട്ടു നമുക്ക് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പോണം നാളെ നമുക്ക് ഷൂട്ട് ഉണ്ട് തൃശ്ശൂര് അല്ലേ പോവാന്നത് അപ്പൊ ജനം ചോറ് വെയിറ്റ് ചെയ്യും ബാ നമുക്കും പോവാം വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ബാ ഓക്കെ നമ്മള് വീട്ടിക്ക് പോയിട്ട് നേരെ വീണ്ടും ചാലക്കുടിയിലേക്ക് പോവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആദ്യം അപ്പച്ചനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ആക്കണം അപ്പച്ചൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പൊ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പച്ചനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ആക്കണം അപ്പൊ ഇന്നാണ് ഡോക്ടർ കാണാനായിട്ട് പറഞ്ഞേക്കണത് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാങ്കിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോണം മെയിൻ ആയിട്ട് വില്ലേജ് ആയോ അതാണ് തീർക്കണം ലേറ്റ് ആവുകയാണെങ്കിൽ പൊന്നൂസിനെ ബാങ്കിൽ വിട്ട് ബാങ്കിലെ കാര്യങ്ങൾ തീർത്തിട്ട് ഞാൻ വില്ലേജിൽ പോകുന്ന ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം ഇന്ന് തന്നെ അത് നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തൃശ്ശൂരായിട്ട് ഫുൾ തിരക്കായിരിക്കും അപ്പൊ അതിന്ന് പരിപാടി തീർക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി പോകും അതിനുശേഷം വേണം നമുക്ക് ഹൈലൈറ്റ് മാളിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മൾ അതെ ഇപ്പൊ തന്നെയാ വിളിച്ചത് രാവിലെ അപ്പൊ അതിനും കൂടി നമ്മള് പോണം ഇന്ന് നമ്മള് ഫുൾ പാക്ക്ഡ് ഇന്ന് എനിക്ക് അതാ ഇഷ്ടം ഫുൾ പാക്ക്ഡ് ദിവസങ്ങൾ കാണിക്കാനാണ് ഇഷ്ടം അതാവുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഡെയിലി അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു അല്ലെ വീട്ടില് ഈ വെറുതെ ഇരിക്കുന്ന ദിവസം ഒരു സുഖമില്ല എല്ലാ ദിവസവും ഫുള്ളി പാക്ക്ഡ് അതെ അതാണ് വീട്ടില് ഒരു ദിവസം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മടിയായി പോവും പക്ഷെ എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണ കാരണം കൊണ്ടേ ഒരു ഫുള്ളി പാക്ഡ് ദിവസം അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആവും രാവിലെ തൊട്ട് രാത്രി വരെ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും എനിക്ക് അതാ ഇഷ്ടട്ടാ കാരണം നമുക്ക് പണിയെടുക്കാൻ പറ്റണ ആ സമയത്ത് നമുക്ക് പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യാണ്ടാവും അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നും അപ്പൊ ആ എനർജി ഉള്ള സമയത്ത് അങ്ങനോടെ തന്നെ കൈയോടെ എല്ലാം തീർത്തിട്ട് വരിക അതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം അപ്പൊ ഇന്ന് നമ്മളപ്പോ അങ്ങനെ പോവാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് ഒന്ന് പോണ വഴി അത് കാണാൻ പറ്റണമെങ്കിൽ ഒന്ന് പോയി കാണണം ഓക്കെ ഗൈസ് എല്ലാ പണിയും കഴിഞ്ഞ് പോണ അതെ 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 പിന്നെ നമുക്ക് അത് കാണുകയും ചെയ്യാം തൃശ്ശൂര് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഗൈസ് നമ്മളെവിടെ ബാങ്കിൽ അങ്ങനെ ഒരു പരിപാടി നമ്മുടെ കഴിഞ്ഞു അതെ ആ 2 സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാൽ മതി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് എൻകംബ്രൻസും മറ്റേ ഇതും ലൊക്കേഷനും നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഒക്കെ എടുത്തതാണ് പക്ഷെ ഇത് പിന്നത്തെ ഇയർ ആയല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാ സെറ്റപ്പ് ലൊക്കേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ സർട്ടിഫിക്കറ്റ് എടുക്കാൻ കുടിക്കാട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ 2 നമ്മളെടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അക്ഷയ പോകാണ്ട് ആ ചേട്ടൻ എടുത്തരാന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള പൈസയും കൊടുത്തു അപ്പൊ തിങ്കളാഴ്ച ശനിയാഴ്ച നമ്മൾ വരണ സമയത്ത് കേസ് ലേറ്റ് ആയി കഴിഞ്ഞാലും ആളവിടെ ഓഫീസിൽ കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വന്ന് നേരെ ആ സ്കെച്ച് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ഡോക്യുമെന്റ് നമുക്ക് കിട്ടി ഗൈസ് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ടാറ്റ ബൈ ബൈ സി യു ഗുഡ് നൈറ്റ് പൊണ്ണു ഗൈസ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ വൈകുന്നേരം 4:30 ആവണു രാവിലെ തുടങ്ങിയതാണ് ഇനിയും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുള്ളൂ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ എല്ലാവരും കമന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്താണ് അഭിപ്രായങ്ങൾ വീഡിയോ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്തോളൂ ഗൈസ് അതെ ടാറ്റ ബൈ Okay, bye.